ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു യാത്രയുടെ കഥയാണ് കേട്ടോ. എവിടേക്കാന്നല്ലേ? തിരുനാവായ നവമുകുന്ദ ക്ഷേത്രത്തിലേക്ക്. അതെ, അവിടെ കുംഭമേള നടക്കല്ലേ. അപ്പോൾ നാട്ടിലായിട്ട് ഒന്ന് പോവാതിരുന്നാൽ ശരിയാവില്ലല്ലോ. നമ്മളെ നാട്ടിൽ വന്നിട്ട് കുംഭമേളയിൽ പങ്കെടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് എന്താ പറയുക, ആ സമയത്ത് നാട്ടിലുണ്ടായിട്ട് പോവാതിരുന്നാൽ അത് നമ്മളുടെ മനസ്സിനൊരു ഒരു ഇടങ്ങറല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ പോകണമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും ദേവിച്ച് അമ്മയും കൂടിയിട്ട് ഞങ്ങൾ വൈകുന്നേരം പോകാൻ വിചാരിച്ചു. ആരതി തൊഴാലോ എന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം അവിടെ പോയി നവമുകുന്ദനെയും തൊഴുത് പ്രാർത്ഥിച്ച് ഇറങ്ങി. അതിന് ശേഷം ആരതി കാണാൻ വേണ്ടി ഞങ്ങൾ നിളയിൽ അവിടെ പാലുണ്ട്, ആ പാലം കെട്ടിയിട്ടുള്ള അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ആദ്യം അമ്പലത്തിലുള്ള കാഴ്ചകളാണ് ഈ കാണാൻ അമ്പലത്തേക്ക് പോണത്. പിന്നെ അയ്യപ്പ ക്ഷേത്രം ഇതൊക്കെ ഇല്ലേ പുറത്ത്, അവിടെയൊക്കെ കണ്ട് തൊഴുത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഒന്നെങ്കിൽ ഇവിടെ നിന്നിരുന്ന് കാണാം, അല്ലെങ്കിൽ നമുക്ക് ആരതി ഒഴിയണേൻ്റെ അവിടെ പുഴയിലേക്ക് ഇറങ്ങിയിട്ട് പോയിട്ട് കാണാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ വലിയച്ഛൻ്റെ വീട്ടിലിരുന്ന് കാണാമെന്ന് വിചാരിച്ചു. വലിയച്ഛൻ്റെ വീട് തൊട്ടടുത്താണേ. അപ്പോൾ ഞങ്ങൾ ആദ്യം പുഴയിലേക്ക് പോകുക കേട്ടോ. അത് ആ പാലൊക്കെ ഉണ്ടല്ലോ, ആ പാലുള്ള ഇതിലേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള വഴിയാണിത്. അപ്പം ഞങ്ങൾ 3 ആൾക്കാർ കൂടിയിട്ട് നടന്ന് പോവുക കേട്ടോ. അങ്ങനെ അവിടെ എത്തി, പാലത്തിൻ്റെ അടുത്തെത്തി. അവിടെയൊക്കെ കണ്ടില്ലേ ഭയങ്കര തിരക്ക്. അതാ ആ ഗോൾഡൻ കളറിൽ ബൾബ് ഇട്ടിട്ടുള്ള അവിടെ വെച്ചിട്ടാണ് ആരതി ഉള്ളത് കേട്ടോ. 7 ഇത് സ്റ്റേജ് പോലെ കെട്ടിയിട്ട് 4 പില്ലർ പോലെ ഇതാക്കിയിട്ട് അതിൽ ബൾബുകളൊക്കെ വെച്ചിട്ട് നന്നായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള ഒരു സ്റ്റേജൊക്കെ കെട്ടിയിട്ടൊക്കെ ആയിട്ടുള്ളതാണ്. അവിടെ വെച്ചിട്ടാണ് ആരതി നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ജസ്റ്റ് അവിടെ കണ്ടില്ലേ, അവിടെ കാണാൻ അത്ര പോരെ ആൾക്കാർ നിൽക്കണം. ആ ആൾക്കാർ ആരതി കുറേ ആൾക്കാർ ഇരിക്കുകയാണ്, കുറേ ആൾക്കാർ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പം തുടങ്ങിക്കഴിഞ്ഞാൽ കാണില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ അങ്ങോട്ട് പോയി വലിയച്ഛൻ്റെ അവിടെ ഇരുന്നിട്ട് നേരെ ഫ്രണ്ടിലായിട്ടാണ് ആരതിയുടെ ഇത്. അവിടെ ഇരുന്നിട്ട് നല്ല ചെയറൊക്കെ ഇട്ടിരുന്ന് നല്ല അടിപൊളിയായിട്ട് ആരതി കണ്ടു കേട്ടോ. നല്ല മനസ്സ് നിറഞ്ഞ ആരതി. എന്തായാലും നമുക്ക് കുംഭമേള നമ്മുടെ നാട്ടിലുണ്ടായിട്ട് പോവാതിരിക്കാൻ പറ്റുമോ? അത് നമ്മൾ എന്തായാലും വേറെ സ്ഥലങ്ങളിലൊന്നും കുംഭമേള നടക്കുമ്പോൾ നമുക്ക് പോവാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ നമ്മൾ നാട്ടിലുണ്ടാകുമ്പോൾ പോയി തൊഴുത് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചത് വരിക എന്ന് പറഞ്ഞാൽ അത്ര പുണ്യമല്ലേ. അതുകൊണ്ട് ഞാനും അമ്മയും ദേവിച്ചും കൂടിയിട്ട് പോയിട്ട് സന്തോഷത്തോടെ ഫുള്ള് നേരം 1 മണിക്കൂറാണ് ആരതി. അത് കണ്ട് മനസ്സ് നിറഞ്ഞ് ഞങ്ങൾ റിട്ടേൺ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. എല്ലാം അടിപൊളിയായിട്ടാണ്. അപ്പോൾ കാണാത്തവർ പോയി കാണണേ ലാസ്റ്റ്.